നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം നേരുന്നു. എനിക്ക് തോന്നിയ ചില തമാശകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ, അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു കാരണം വാർത്തകൾ ഇപ്പോൾ വെറും വസ്തുതകളല്ല. അവ ഒരു തരം മനോഹരമായ ഫിക്ഷനായി മാറിയിരിക്കുകയാണ്. ഗൗരവകരമായ വാർത്താ ബുള്ളറ്റിനുകളേക്കാൾ രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് ജിമ്മി കിമ്മലിനെ പോലെയുള്ള ഹാസ്യ കലാകാരന്മാരുടെ പ്രകടനങ്ങളൊക്കെ കാണേണ്ടി വരുന്നു എന്നത് ഒരു വൈരുദ്ധ്യമാണ്. എന്നാലും അധികാരികളുടെ പ്രസ്താവനകളെ ഒരു ശാസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമ്പോൾ പുറത്തു വരുന്നത് യുക്തിയുടെ അഭാവവും അമിതമായ ആത്മപ്രശംസയുമാണ്. അധികാരത്തിന്റെ ചെങ്കോലിനേക്കാൾ മൂർച്ച ഇന്ന് പരിഹാസത്തിന്റെ തൂലികയ്ക്കാണെന്ന് കിമ്മൽ തന്റെ ഓരോ എപ്പിസോഡിലൂടെയും തെളിയിക്കുന്നു. നേതാക്കൾക്ക് അംഗീകാരങ്ങളോടുള്ള അടങ്ങാത്ത ആസക്തിയെ ഒരു പാസിഫയർ പോലെ കിമ്മൽ ഉപമിക്കുമ്പോൾ അത് വെറും ഒരു തമാശയല്ല. കാരണം വെനസ്വേലൻ നേതാവ് മരിയ മച്ചാഡോയുടെ നോബൽ സമ്മാനം തട്ടിയെടുത്ത് വായിൽ വെച്ച് ചപ്പുന്ന ആ ചിത്രീകരണം ലോക നേതാക്കളുടെ ബാലിശമായ വാശികളെയും വാലിഡേഷൻ കിട്ടാനുള്ള നെട്ടോട്ടത്തെയുമാണ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത്. ഐസ് ഐസിന്റെ നടപടികളെ തടയാൻ തന്റെ പക്കലുള്ള പഴയ വൈറ്റ് പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് കൈക്കൂലിയായി നൽകാൻ തയ്യാറാണെന്ന് കിമ്മൽ പറയുമ്പോൾ അവാർഡുകൾക്കായി ഏത് അടവ് നയവും അടിയറവ് വയ്ക്കാൻ ഭരണകൂടങ്ങളുടെ മാനസികാവസ്ഥ, അങ്ങനെ ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഗണിതശാസ്ത്രം പോലും രാഷ്ട്രീയക്കാർക്ക് മുൻപിൽ തോറ്റുപോയിരിക്കുകയാണ്. മരുന്നുകളുടെ വില 500% കുറയ്ക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കാൻ ഗണിതത്തിൽ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. ഞങ്ങളുടെ അച്ചായൻ പണ്ട് വാങ്ങിത്തന്ന ഒരു ബിസ്ക്കറ്റിന്റെ ബിരുദം മാത്രം മതിയാകും. 100%-ലധികം വില കുറയുമ്പോൾ മരുന്ന് കമ്പനികൾ അങ്ങോട്ട് പണം നൽകേണ്ടി വരുമെന്ന ലളിതമായ യുക്തിയെ കിമ്മൽ ഒട്ടിച്ചിരിയോടെയാണ് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ പൊള്ളയായ വാഗ്ദാനങ്ങൾ വെളിച്ചത്താകുന്നു. ഗ്രേറ്റ് ഹെൽത്ത് കെയർ പ്ലാൻ എന്ന് പേരിട്ടാൽ മാത്രം അത് മഹത്തരമാകില്ലെന്നും, നികുതി പണം സർക്കാരും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ തട്ടിത്തൂവി കളിക്കുന്ന ഒരു സർക്കുലർ ലോജിക്ക് മാത്രമാണിതെന്നും നാം തിരിച്ചറിയണം. ആധുനിക രാഷ്ട്രീയത്തിൽ തമാശ എന്നത് ഭരണകൂടത്തിന്റെ ഒരു സുരക്ഷാ കവചമാണ്. എന്തെങ്കിലും അബദ്ധം വിളിച്ചു പറഞ്ഞാൽ ഉടനെ അദ്ദേഹം അത് തമാശയായി പറഞ്ഞതാണ് എന്ന വിശദീകരണവുമായി അതിന്റെ വക്താക്കളൊക്കെ ഓടിയെത്തും. JD വാൻസ് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ പെൻഗ്വിനെ ഡീപ് ഫ്രൈ ചെയ്യുമെന്ന് കിമ്മൽ പരിഹസിക്കുന്നത് ഈ അതിവൈകാരികമായ രാഷ്ട്രീയ തന്ത്രങ്ങളെ തുറന്നു കാട്ടാനാണ്. ഒരു വശത്ത് ഫാറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നൊക്കെയുള്ള വിളിപ്പേരുകളിലൂടെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ, മറുവശത്ത് അത് ആക്ഷേപഹാസ്യത്തിന്റെ അനിവാര്യമായ ഭാഗമായി മാറുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയം എന്നത് ഇന്ന് ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനുമുള്ള ഒരു വലിയ വേദിയാണ്. വാർത്തകൾ അതേപടി വിഴുങ്ങുന്നവർക്കിടയിൽ വരികൾക്കിടയിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുവാൻ ആക്ഷേപഹാസ്യം നമ്മെ സഹായിക്കുന്നു. താങ്ക് യു സോ മച്ച്.